സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും. വെച്ചാൽ ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്, സിനിമക്കും അതിൻ്റെതായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ സിനിമയിലെ വയലൻസ് ജനങ്ങളെ സ്വാധീനിക്കുന്നത് പറയുന്നത് ഇപ്പൊ മാർക്കോ പാണിപ്പോൾ സിനിമകളൊക്കെ പറയുന്നത് ഇപ്പൊ ഈ ഇടയ്ക്ക് ഇത്രയുന്നത് വെഞ്ഞാറമുളകിനെ കൊലപാതകം ഉണ്ടായിരുന്നു. അപ്പൊ അതിനും പറയുന്ന സിനിമയുടെ വയലൻസ് സ്വാധീനിക്കുന്നു, ലഹരി വസ്തു എന്നൊക്കെ പറയുന്നത്. പക്ഷേ വേണ്ട ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ്? അത് ഞാൻ കഴിഞ്ഞ ഒരു സ്ഥലത്ത് പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് ആ കുട്ടികളുടെ അപ്ബ്രിങ്ങിങ്ങും അവരുടെ ചൈൽഡ്ഹുഡും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചെയ്യുന്നത് അവരുടെ സൗഹൃദങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും, അവരുടെ പറഞ്ഞ പോലെ അവരുടെ കുട്ടിക്കാലം, ഫാമിലി, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും. വെച്ചാൽ ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്, സിനിമക്കും അതിൻ്റെതായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ഇൻഫ്ലുവൻസ് വന്നോടെ നമ്മൾ പോയിട്ട് നേരെ ഒരാളെ പോയി കൊല്ലുക എന്ന് പറയുന്നതിൽ അതിലൊരു ഇതില്ലല്ലോ. പിന്നെ എല്ലാ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും. സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളെ ആ പ്രായത്തിൽ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. എന്താ വേറെ കഴിഞ്ഞല്ലോ ഫാനിന്റെ ജോലി കൊണ്ട് വിൻപോളിയുടെ പുതിയ ലുക്ക് വന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ നേരത്തെ കണ്ടായിരുന്നു? ഇല്ല, നേരിട്ട് കാണാൻ പറ്റില്ല. ആ പറ, കള്ളപ്പണാണോ? ചേട്ടൻ വന്നിരിക്കുന്ന ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അനശ്വരരാജിന്റെ അടുത്ത് ഡയറക്ടറെ പലവട്ടം വിളിച്ചിട്ട് അനശ്വരരാജ് വന്നിട്ടില്ലെന്നാണ്. ഇന്ദ്രജിത്തും പറഞ്ഞു ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് പറഞ്ഞിട്ട് പോലും വരുന്നില്ല. അപ്പം ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അവരുടെ ഒരു കടമ തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു സിനിമ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തൊട്ട് നമ്മളൊരു എഗ്രിമെന്റ് ചെയ്യും. ഈ എഗ്രിമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് ഒരു സിനിമയെ അവർ നമ്മളെ ശമ്പളത്തോടെ വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ എഗ്രിമെന്റിലുള്ളതാണ്. ആ എഗ്രിമെന്റിൽ ഒരു ക്ലോസ് ആണ്, നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ കാരണം നമ്മൾ സിനിമയുടെ മെറിറ്റോ ഇതൊന്നും ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് തോന്നി ഈ സിനിമ ഓടില്ല എന്ന് തോന്നിയതിനു ശേഷം നമ്മൾ സിനിമ പ്രൊമോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കാര്യമില്ല. കാരണം നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു, പിന്നെ എഗ്രിമെന്റിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റൂ. അപ്പം അത് എന്താ പറയണ്ട, അങ്ങനെ ലീഗലി പോവുകയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് സ്കൂട്ടിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അല്ല, കാരണം മാർക്കറ്റിംഗ് ഡെഫിനറ്റ് ആയിട്ടും ഒരു സംശയമില്ല. നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായിക്കോട്ടെ, ഏത് സിനിമ ആയിക്കോട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് സിനിമയുടെ ക്വാളിറ്റി, മെറിറ്റ് അതൊക്കെ വിട്ടിട്ട് ആ സിനിമ അയാളുടെ സിനിമയല്ലേ, അദ്ദേഹത്തിന്റെ സിനിമയാണ്, ആ നടിയുടെ സിനിമയാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അവരതിനെ എന്തും ആയിക്കോട്ടെ അവരതിനെ മാർക്കറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്താൽ പറ്റും. കാരണം എല്ലാ സിനിമയുടെ പ്രൊമോഷനും ഞാൻ ചില സിനിമകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ചില സിനിമയുടെ ഇടയിൽ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും, ഡയറക്ടറായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ സിനിമയുടെ കൂടെ നിന്ന് ആ സിനിമ മാർക്കറ്റ് ചെയ്തേ പറ്റും. ആ തരത്തിൽ പിണക്കങ്ങളൊക്കെ പ്രോസസ്സിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിൽ പ്രൊഡ്യൂസർ ഇതൊക്കെ ആലോചിക്കണമല്ലോ. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താലും അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഒരു ആൾക്കാർ നമുക്ക് ഒരു പ്രശ്നമില്ലാത്തതെന്ന് അല്ലെങ്കിൽ പരാതി ഇല്ലാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഇത്തരം ജോലികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അതൊക്കെ വർക്ക് എത്തിക്സിന്റെ ഭാഗമാണല്ലോ. നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, നമ്മൾ കൃത്യസമയത്തിന് ജോലിക്ക് വരിക, കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ കമ്മിറ്റ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക, അത് ഡെഫിനറ്റ് ആയിട്ട് അവർ ചെയ്തേ പറ്റും. അതിൽ യാതൊരു സംശയമില്ല.